ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹരമാണ് സുഹൃത്തുക്കളെ. ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു വൈബ് ഏകദേശം നല്ല തിരക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നും പറഞ്ഞാൽ അത്രയും വലിയ തിരക്കൊന്നുമില്ല. ഇപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞങ്ങൾ സിറ്റി വരെ ഒന്ന് പോയതാണ്. വരുന്ന വഴിക്ക് എന്തായാലും ആറ്റുകാലിലൊന്ന് കയറാമെന്ന് കരുതി. അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെ വിളക്ക് കെട്ട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം നിവാസികൾക്ക് ഒരു ഉത്സവ ലഹരി തന്നെയാണ്. ഒരു കലണ്ടർ കിട്ടിയാൽ പോലും ആദ്യം സ്ത്രീകൾ നോക്കുന്നത് ആറ്റുകാൽ പൊങ്കാല എന്നൊന്നാണ്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, നമുക്ക് കയറി തൊഴാൻ പറ്റുന്ന തിരക്ക് മാത്രമായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഞങ്ങൾ എന്തായാലും ഇന്ന് തൊഴാനായിട്ട് വന്നതല്ല കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. തൊഴാനായിട്ട് എന്തായാലും എല്ലാവരും പൊങ്കാലയ്ക്ക് മുന്നേ ഒരു ദിവസം വരുന്നുണ്ട്. എന്തായാലും നല്ലൊരു സമാധാന അന്തരീക്ഷമായിരുന്നു. തൊഴാൻ വരുന്നവർക്ക് തിക്കും തിരക്കും ഇല്ലാതെ നല്ലപോലെ കയറി തൊഴാനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തായാലും ഈ വർഷത്തെ ദീപാലങ്കാരം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ഒരുപാട് ലൈറ്റുകൾ അലങ്കരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നവര് ഇവരെ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. നമുക്ക് പിന്നെ ഇത്രയും ആൾക്കാർ ഒന്നിച്ച് കണ്ട ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. കുടുംബസമേതമായി വന്ന ആർക്ക് വേണമെങ്കിലും ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കാം. ഇത് കെടാവിളക്കാണ്. നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഒക്കെ സഫലമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാൻ വരുമ്പോഴെല്ലാം ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ട്. തൊഴാനൊന്നും വലിയ തിരക്കില്ല. അതുകൊണ്ട് ഈ ബാരിക്കേഡുകളൊക്കെ, ഈ ക്യൂ നിൽക്കുന്ന ഈ ബാരിക്കേഡുകളൊക്കെ ഒഴിഞ്ഞാണ് കിടക്കുന്നത്. അതോ അങ്ങോട്ട് ആ അറ്റത്തോട്ട് മാത്രമേ ഉള്ള ആൾക്കാർ ക്യൂ. അത് പെട്ടെന്ന് തൊഴുതിറങ്ങാം. ഇന്ന് അത്യാവശ്യം തൊഴാൻ വരുന്നവർക്ക് വലിയ ക്യൂ ഇല്ലാതെ തൊഴാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ ഇവിടെ ആറ്റുകാലിൻ്റെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് പരിചയക്കാരെയൊക്കെ നമ്മൾ കണ്ടു. അപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹാപ്പി എന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയുടെ ഹാപ്പി എന്ന് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. ഇനി ഞങ്ങൾക്ക് സ്റ്റോളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഞണ്ണണം, അങ്ങോട്ട് പോയാൽ ഇതൊക്കെ കണ്ടിട്ട് ഇതിന്റെ മണമൊക്കെ അടിച്ച് സഹിക്കാൻ വയ്യ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. കപ്പലണ്ടി വറക്കുന്നതിനൊക്കെ മൂക്കിലടിക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മേടിച്ച് കഴിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറ്റത്തുള്ളൂ. പിന്നെ കുട്ടികൾക്ക് ആസ്വദിക്കാൻ വേണ്ടി റൈഡുകളുണ്ട്, പെറ്റ് ഷോ ഉണ്ട്, ഹൊറർ ക്യാബ് ഉണ്ട്. ഇല്ലാത്ത സംഭവങ്ങളായിട്ട് ഒന്നുമില്ല. കോളിഫ്ലവർ നമ്മൾ ഈ സ്റ്റാർട്ടിങ് ഇവിടെ പൈസ കുറവായിരുന്നു. അവിടെ ആദ്യം 80 രൂപയായിരുന്നു, ഇവിടെ 60 രൂപയുള്ളൂ. അപ്പോൾ ഇവിടെ എവിടെ ചെന്നാലും കഴിക്കുന്നിടത്താണ് തിരക്ക്. തൊഴാൻ പോലും ഇപ്പോൾ ആളില്ല. പക്ഷേ ഫുഡ് കോർട്ടിൽ ഭയങ്കര ആളാണ്. കാണണം. അങ്ങനെ നൂഡിൽസ് വരെ സംഭവമുണ്ട്. വെജ് നൂഡിൽസ് ആണ് കേട്ടോ. തൊഴുതിറങ്ങി വന്ന് പിന്നെ ആരും വിശന്ന് വലയേണ്ട. ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. സ്റ്റോളിൽ ചായയുണ്ട്, ബജിയുണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ വെറൈറ്റി എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കയറിയിട്ടില്ല. പിന്നെ 2 വലിയ സ്റ്റേജുകളുണ്ട് കേട്ടോ. 2 വേദികളിലായിട്ട് കിടിലം പ്രോഗ്രാംസുകളൊക്കെയാണ് നടക്കുന്നത്. കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ ഒന്ന് കണ്ടു നിന്നു. വേറെ ആരും വരാത്തത് കൊണ്ട് എന്തായാലും ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല. അപ്പോൾ എന്തായാലും ഫാമിലിയായിട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ. എല്ലാം കണ്ട് ആസ്വദിച്ച് വെളുപ്പിനായിരിക്കും ഇവിടെ നിന്ന് പോവുക.